ഹലോ അസ്സലാമു അലൈക്കും. ഇന്നൊരു അടിപൊളി പുഡിംഗ് ആയാലോ? ഒരു മിൽക്ക് കേക്ക് പുഡിംഗ്. കേക്കൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്കൊരു കേക്ക് പുഡിംഗ് റെഡിയാക്കാം. അതും ബ്രെഡ് വെച്ചിട്ട് അതിനേക്കാളെല്ലാം നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു 2.5 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് 2 ഡിഷിൽ ഉണ്ടാക്കുന്നുണ്ട്, 2 പുഡിംഗ് ട്രേയിൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇത്ര അധികം പാൽ. നിങ്ങൾക്കത് ഒന്നിലെല്ലാണെങ്കിൽ ഒരു കപ്പോ അങ്ങനെയെല്ലാം മതിയാവും. ഇനി അതിലോട്ട് ഞാനൊരു 3/4 ടീൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ പഞ്ചസാരയെല്ലാം ഇടാം, പക്ഷേ മിൽക്ക് മെയ്ഡിൻ്റെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ. അപ്പോൾ അത് തന്നെ ഇടാൻ നോക്കുക. അങ്ങനെ ഇപ്പോൾ ഇതാ മിൽക്ക് മെയ്ഡ് ഇട്ടിട്ടുണ്ട്. അത് പാൽ എത്ര ഉണ്ടോ അതിനനുസരിച്ചിട്ട് മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി പാൽപ്പൊടിയെല്ലാം ഒന്ന് പാലിലൊന്ന് മിക്സ് ആയിക്കോട്ടെ. ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇതാ 1 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചതിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ സാഫ്രോൺ കുങ്കുമം ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കുക. ഇതെല്ലാം എന്തായാലും വേണം, എന്നാൽ ആ ഒരു ടേസ്റ്റും ഒരു ഫ്ലേവറെല്ലാം കിട്ടും. ഇനി ഇതാ ഇതിലോട്ട് ഒരു 1/4 കപ്പ് പിസ്താഷ്യോസ് ഇട്ട് കൊടുക്കാം. പിസ്ത ഉണ്ടല്ലോ, അതിങ്ങനെ ചോപ്പ് ചെയ്തിട്ട് തന്നെ ഉള്ളത് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഞാനൊരു 1/4 കപ്പ് ബദാം, ഒരു 10-15 ഉണ്ടാവും. അത് നല്ലോണം ഒന്ന് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് മിക്സിയിൽ നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു പേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതിലേക്ക് പിസ്താഷ്യോസ് ആൽമണ്ട്സും രണ്ടും ഇട്ടിട്ടുണ്ട്. എന്നിട്ടെല്ലാം നല്ലോണം ഒന്ന് ഇളക്കുക. ഇത് അധികം എന്താ പറയുക, കുറുകി അങ്ങനെ ഇതായിട്ടൊന്നും വരണ്ടയില്ല. നല്ലോണം ഒന്ന് തിളച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതാ ഞാൻ മിൽക്ക് ബ്രെഡ് എടുത്തിട്ടുള്ള. ഇനി ബ്രെഡിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ബ്രെഡെല്ലാം എത്ര വേണമെന്നുള്ളത് നിങ്ങളെടുക്കുന്ന പുഡിംഗ് ട്രേൻ്റെ വലുപ്പം അനുസരിച്ചിട്ടിരിക്കും. ഞാനിപ്പോൾ ഇതാ ഈ 2 ട്രേയിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത് പുഡിങ്. ഇനിയിപ്പോൾ ഞാനിതാ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇത് വേണമെങ്കിൽ ഏത് ക്രീം യൂസ് ചെയ്യാം. ഫ്രഷ് ക്രീമോ പക്രീമോ തിക്ക് ക്രീമോ, അപ്പോൾ എന്തെങ്കിലും ഒരു ക്രീം അതൊരു 2.5 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പാല് കുറച്ചൊന്ന് ചൂട് പോയിട്ടുണ്ട്. ഇനി ആ ഉള്ള ചൂടിൽ തന്നെ ഈ ക്രീമെല്ലാം ഒന്ന് മെൽട്ടായിക്കോളും. അപ്പോൾ ഇതാ ക്രീം ഒന്ന് മെൽട്ടാകുന്നവരെ നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതാ നമുക്ക് പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം നമുക്കിത് കുറച്ചൊന്ന് എടുത്തിട്ട് ഈ ട്രേയിലൊന്ന് ഒഴിച്ച് കൊടുക്കാം. ആദ്യം ബ്രെഡ് വെച്ചിട്ട് അതിൻ്റെ മേലെ ഒഴിക്കാം. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ആദ്യം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബ്രെഡിൻ്റെ അടിയിലും എല്ലാം എന്താ പറയുക, ഈ ഒരു മിക്സ് നല്ലോണം ഒന്ന് പിടിച്ചോളും. അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം ഓരോ ബ്രെഡായിട്ട് വെച്ച് കൊടുക്കാം. ഗ്യാപ്പെല്ലാം ഉണ്ടെങ്കിൽ ബ്രെഡെല്ലാം എന്താ പറയുക കട്ട് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് ആ ഗ്യാപ്പെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാ ബ്രെഡെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ വീണ്ടും ഇത് ഒഴിച്ച് കൊടുക്കാം. നല്ലോണം ഒഴിച്ചിട്ട് ആ ബ്രെഡ് ഫുള്ളൊന്ന് വെറ്റാണം. ആ ഗ്യാപ്പിലെല്ലാം ഒന്ന് ഒഴിച്ച് കൊടുക്കാൻ നോക്കുക. ഇത് ബ്രെഡ് ഫുള്ള് എന്താ പറയുക വലിച്ചെടുക്കും. ഇനിയിപ്പോൾ ഇതാ വീണ്ടും ബ്രെഡ് തന്നെ വെക്കുക, സെക്കൻഡ് ലെയർ. എന്നിട്ട് അതിൻ്റെ മേലെ പിന്നെ ഇത് ഒഴിച്ച് കൊടുക്കുക. ഇത് ഒഴിക്കുമ്പോൾ നിറയെ ഒഴിക്കാൻ, കുറച്ചധികം തന്നെ.
ഇനി ഇതൊരു 3-4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പം ഞാനിതിന് ഫ്രിഡ്ജിലോട്ട് മാറ്റുകയാണ്. ഇനി അത് സെറ്റാകുന്ന സമയം കൊണ്ട് നമുക്കൊരു ക്രീം റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, ഡ്രീം വിപ്പ്, അത് എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു കുറച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മിൽക്ക് മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യുക. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി പാൽ കൂടി ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഒരു ക്രീം റെഡിയാക്കി എടുക്കാം. ഇതാ അങ്ങനെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് എന്താ പറയുക ഡിസൈൻ ചെയ്യാനൊരു ഡെക്കറേറ്റ് ചെയ്യാനുള്ളതാണ് ഇത്. അപ്പോൾ അതിനായിട്ട് ഞാനിതൊരു പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കുന്നുണ്ട്. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കുമ്പോഴേക്കും ക്രീം തീർന്നു. പിന്നെ സത്യം പറയാലോ, എനിക്ക് നല്ല മടിയായി അടുത്ത ക്രീം വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ട്രേയിലും കൂടി കൊള്ളിക്കണ്ടേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അത് ഫുള്ള് ക്രീം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഫുള്ളിങ്ങനെ തേച്ച് കൊടുത്ത്. അപ്പോൾ കാണാൻ മൊഞ്ചില്ലെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിത് ക്രീം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബാക്കി ഫുള്ള് ഇങ്ങനെ തേച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് പിസ്തയും കുറച്ച് റോസ് പെറ്റലെല്ലാം ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. എന്തായാലും ക്രീം മേലെ വേണമെന്നല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും അങ്ങനെയും ഏത് ടൈപ്പ് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് തേച്ച് കൊടുത്തിട്ട് റോസ് പെറ്റലും ഇതെല്ലാം ഇട്ടിട്ടൊന്ന് മൊഞ്ചാക്കി വെച്ചു. അപ്പോൾ ഇതാ നമ്മുടെ കേക്കില്ലാത്ത അടിപൊളി കേക്ക് പുഡിംഗ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഭയങ്കര ഈസിയല്ലേ. ഞാൻ ഈ ബാക്കി വന്ന സോസ് കൊണ്ട് ഒരു അടിപൊളി മാംഗോ കുൽഫി റെഡിയാക്കിയിട്ടുണ്ടതിന് ഷോർട്ട് വീഡിയോയും റീലെല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.